And welcome to the new video. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസിൽ എങ്ങനെയാണ് സി കെ കോഎഫിഷ്യൻസ്, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ് കോഎഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ, അതേപോലെ എക്സ് ഓഫ് എന്നുള്ള സീക്വൻസിൻ്റെ റെപ്രസെൻറ്റേഷൻ പറഞ്ഞു. അപ്പോൾ അതിൽ സി കെ പീരിയോഡിക് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമുക്കതിൻ്റെ ബേസിലുള്ള ഒന്ന് രണ്ട് സിമ്പിൾ പ്രോബ്ലംസ്, ഇതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അധികം ചോദിക്കുക. രണ്ട് ടൈപ്പായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് രണ്ട് പ്രോബ്ലംസേ പറയുന്നുള്ളൂ. ഫൈൻഡ് ദ സ്പെക്ട്രൽ കോഎഫിഷ്യൻസ് ഫോർ x of n is equal to cos pi by 4n. ഇവിടെ ഞാൻ ജസ്റ്റ് cos pi by 4n എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ നമുക്കിത് പലതരത്തിൽ ചോദിക്കാം. സൈൻ കൊണ്ടുവരാം, കോസും സൈനും ഒരുമിച്ച് വരാം, മിക്സഡ് ആയിട്ടുള്ള പല രീതിയിലും ചോദിക്കാം. അപ്പോൾ ഇതിൻ്റെ ബേസിൽ എല്ലാം ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഫൈൻഡ് ദ സ്പെക്ട്രൽ കോഎഫിഷ്യൻ ഫോർ എക്സ് ഓഫ് എൻ ഈക്വൽ ടു കോസ് പൈ ബൈ 4n. ഇവിടെ നമുക്കൊരു ഇക്വേഷൻ എഴുതി സിംപ്ലിഫൈ ചെയ്ത് സമ്മേഷൻ ചെയ്തിട്ടുണ്ടെന്ന് ആവശ്യം വരില്ല. ഇങ്ങനത്തെ കൊസൈൻ സൈൻ ടേംസിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് അറിയുന്ന റിലേഷൻസ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ആദ്യം തന്നെ നമുക്ക് വേണ്ട കാര്യം എൻ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ക്യാപിറ്റൽ എൻ പീരിയോഡ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്കറിയാം. നമ്മൾ ആദ്യം ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഡിസ്ക്രീറ്റ് സിഗ്നൽസിൻ്റെ കേസിൽ എൻ ഈസ് ഈക്വൽ ടു എന്താ 2π/ω0 ഇൻറ്റു എന്തെന്ന് വരും, എം എന്ന് വരും. ഇവിടുത്തെ കേസിൽ അതിന് ആദ്യം നമുക്ക് എന്താ അറിയണം? അപ്പോൾ ω0 ബൈ ഒബ്സർവേഷൻ നമുക്ക് അതിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ്. ω0 ഈക്വൽ ടു എന്താണ്, π/4 അല്ലേ? കോസ് ω0 എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നുണ്ടാവും. സോ ω0 π/4 ആണ്. അപ്പോൾ ഇത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും, 2π ഡിവൈഡഡ് ബൈ π/4 ഇൻറ്റു എം. എം എന്ന് പറയുന്നത് എന്താണ്, ഇൻറ്റീജർ ആണ്. നമുക്കത് സ്യൂട്ടബിളി ചൂസ് ചെയ്യാം. സോ ദാറ്റ് വിൽ ഒബ്റ്റെയിൻ മിനിമം വാല്യൂ ഹിയർ, മിനിമം ഇൻറ്റീജർ വാല്യൂ. ഇപ്പോൾ ഇവിടെ പൈ ക്യാൻസൽ ആയ 8m എന്നാണ് വരിക അല്ലേ? 8m. ഇപ്പോൾ മുന്നേ നമ്മൾ എടുത്താറുന്ന എങ്ങനെയായിരുന്നു, ഈക്വൽ ടു എന്തെന്ന് എടുക്കാം, 8 വിത്ത് m ഈക്വൽ ടു 1. ഓക്കെ, ഇവിടെ n ഈക്വൽ ടു നമുക്ക് എന്താണ് കിട്ടുന്നത്, 8 ആണ് കിട്ടുന്നത്. ഇനി അതേപോലെ നമുക്ക് തന്നിട്ടുള്ളതിലേക്ക് വരാം. അപ്പോൾ അതവിടെ ആദ്യം തന്നെ കണ്ടുപിടിച്ചേക്കുക. ദെൻ എക്സ് ഓഫ് എന്നിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക എങ്ങനെയാണ്, x of n can be expressed as x of n നെ നമ്മൾ എക്സ്പോണൻഷ്യൽ ഇതിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുക. സൈൻ കോസൈൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇ റേസ് ടു ഇതിലെ റെപ്രസെൻറ്റേഷൻ നമുക്കറിയാലോ. അപ്പോൾ അതിലേക്കായിട്ട് മാറ്റാം. അപ്പോൾ അത് ഓർമ്മ വേണം. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഒന്ന് ഇവിടെ എഴുതാം. അതെല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. അപ്പോൾ അത് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാനതിവിടെ സൈഡിൽ എഴുതി വയ്ക്കും. ഓക്കെ, സോ നമുക്ക് അറിയാം എന്താ, കോസ് തീറ്റ ആണെങ്കിൽ എന്താ എഴുതുക, ഇ റേസ് ടു ജെ തീറ്റ പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ 2 ആണ്. അതേപോലെ സൈൻ തീറ്റ ആണെങ്കിൽ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്തായിരുന്നു, ഇ റേസ് ടു ജെ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ 2j. ഇതാണ് റെപ്രസെൻറ്റേഷൻ വരുന്നത് അല്ലേ? ഇപ്പം ഇവിടെ നമുക്കിപ്പോൾ കയ്യിലുള്ളത് ഏതാണ്, കോസ് π/4n. തീറ്റയ്ക്ക് പകരം π/4n ആണ് മാത്രമേ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം, 1 എന്ന് എഴുതാം, ഇ റേസ് ടു ജെ π/4n പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ π/4n ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും, 2 ഇതാണ് വരിക. ഇതിനെ ഒന്ന് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം, നമുക്ക് 1/2 ഇ റേസ് ടു ജെ π/4n പ്ലസ് 1/2 ഇ റേസ് ടു മൈനസ് ജെ π/4n. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ സൈനും കൊസൈനും ടേംസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് n കാണുക, എന്നിട്ട് അതിനെ ഇങ്ങനത്തെ രീതിയിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ഇനി നമ്മളത് കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത് ഒറിജിനൽ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട്. അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എഴുതണം. സോ കമ്പയറിങ് ദിസ് വിത്ത് ദിസ് എന്ന് പറഞ്ഞാൽ എബോവ് ഇക്വേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ദിസ് വിത്ത് ദി സ്റ്റാൻഡേർഡ്. ഇതേപോലെ തന്നെ സ്റ്റെപ്പ് എഴുതി ചെയ്താൽ മതി. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ടേക്കിംഗ്, നമുക്ക് ആ ലിമിറ്റ് എടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇയുടെ പവറിൽ മൈനസും പ്ലസും വരുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലോട്ടായിട്ട് നമുക്ക് എടുക്കാം. ടേക്കിംഗ് കെ ഈക്വൽ ടു എങ്ങനെ എടുക്കാം, കെ എന്നുള്ളത് -3 to 4 എടുക്കുക. അതായത് നമുക്കറിയാം 8 ആണ്. n പറയുന്നത് എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, 8 ആണ്. അപ്പോൾ 8 എണ്ണം വരണം. അപ്പോൾ അത് നമുക്ക് പലതരത്തിൽ എടുക്കാം. എങ്ങനെ എടുക്കാം, മൈനസ് ഓഫ് എന്താ പറയുക, n/2 -1 ടു n/2 എന്നുള്ളത് ഒരു രീതി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം, 0 to n-1 എന്നുള്ള രീതി നമ്മൾ സൂട്ടബിൾ ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടുത്തെ കേസ് ഞാൻ എടുത്തത് ഏതാണ്, -n/2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 - 1 ആണ് 3. സോ -3 to
n/2. ഇത് വരാൻ കാരണം വെച്ചാൽ നടുവിൽ ഒരു 0 വരുന്നില്ല, അത് നമ്മൾ പോസിറ്റീവിൽ എടുക്കുന്നതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവിൽ 1 കുറഞ്ഞത്. അപ്പോൾ ഈ രീതിയിലേക്ക് എടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ എടുത്തത് ഈ ഒരു കേസ് ആയിട്ടാണ്, കാരണം നമുക്ക് പോസിറ്റീവ് പവറും നെഗറ്റീവ് പവറും വരുന്നുണ്ട്. അപ്പോൾ അത് പ്രകാരം നമുക്ക് എക്സ് ഓഫ് എൻ എങ്ങനെ എഴുതാം? എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു സമ്മേഷൻ k ഈക്വൽ ടു -3 to 4 ck e raised to j 2π/n into kn. ഇതായിരുന്നു നമ്മുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ഞാൻ എന്നിൻ്റെ വാല്യൂ എനിക്ക് അറിയാം, എന്നിൻ്റെ വാല്യൂ അറിയാം, ക്യാപിറ്റൽ എന്നിൻ്റെ. അപ്പോൾ എന്താ വരിക? സമ്മേഷൻ k ഈസ് ഈക്വൽ ടു -3 to 4 e raised to j π/4 kn. ഓക്കെ, ഇപ്പോൾ ഇത് കിട്ടി. അപ്പോൾ ഇതിനായിട്ടാണ് നമ്മൾ ഇനി മറ്റേത് കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലെ സിമിലർ ടേംസ് ഈക്വേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതായത് ഇപ്പോൾ കെയുടെ വാല്യൂന് ആണല്ലോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ രണ്ട് കേസുകൾ നമുക്കിവിടെ സിമിലർ ആയിട്ട് കിട്ടും. -1 വരുമ്പോഴും +1 വരുമ്പോൾ. -1 വരുമ്പോൾ e raised to -j/4 എന്നും വരും. +1 വരുമ്പോൾ e raised to ആ രീതിയിൽ വരും. അപ്പോൾ ഇത് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്തിട്ട് കമ്പയർ ചെയ്യാണ് ശരിക്കും ചെയ്യുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതണമെങ്കിൽ എഴുതാം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് സുഖമായിട്ട് ഇവിടുന്ന് പറയാവുന്ന കാര്യമേ ഉള്ളൂ. സോ ഇക്വേറ്റിംഗ് സിമിലർ ടേംസ് ആകെ രണ്ടെണ്ണം മാത്രമേ നമുക്ക് അവിടെ സിമിലർ ആയിട്ട് വരുന്നുള്ളൂ, ബാക്കിയൊക്കെ ഒഴിവായി പോകും. സോ സി കെ ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം? ആ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കോഎഫിഷ്യൻറ്റുകൾ 1/2 ആണ്. 1/2 ആണ് ഏതാ? രണ്ട് കേസിലാണ്. ഒന്ന് k ഈക്വൽ ടു -1 വരുമ്പോഴും k ഈക്വൽ ടു +1 വരുമ്പോഴും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു 1/2 for k ഈക്വൽ ടു -1 and 1 എഴുതാം. ബാക്കിയുള്ള കേസിലൊന്നും ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ? 0 ആണെന്നാണ് അർത്ഥം. ഫോർ അതർ വാല്യൂസ് ദാറ്റ് ഈസ് മൈനസ്, ബാക്കി വാല്യൂസ് അങ്ങനെ എടുത്തിട്ട് എഴുതണം. -3 -2 0 2 3 4 ഇങ്ങനെ എഴുതിയാലും മതി. അങ്ങനെ എഴുതുക. അപ്പോൾ ഇത്രയാണ് ഇതിൽ ചെയ്യേണ്ടതായിട്ടുള്ളൂ. സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റി. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്പ്. ഫൈൻഡ് ദ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഫോർ എക്സ് ഓഫ് എൻ ഈക്വൽ ടു 5 + sin nπ/4/2 nπ/2 plus cos nπ/4 and sketch the magnitude and phase spectra. അപ്പോൾ ഇവിടെ നമ്മളോട് ഡിസ്ക്രീറ്റ് ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, എന്നിട്ട് അത് പ്ലോട്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 5 എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്, സൈനിൻ്റെ ഒരു ടേം ഉണ്ട്, കൊസൈൻ്റെ ഒരു ടേം ഉണ്ട്. ഓക്കെ, നമ്മൾ ആ ടേമുകളുടെ പീരീഡ് ആദ്യം സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. സോ ടൈം പീരീഡ് ഓർ പീരീഡ് ഓഫ് ഏത് ടേമാ? സൈൻ ടേമിൻ്റെ പറയാം, സൈൻ nπ/2. സോ സൈൻ nπ/2ൻ്റെ ആദ്യം നമ്മൾ കണ്ടിട്ട് വേണം അടുത്തേക്ക് പോകാൻ. ഈസ് ഞാനിപ്പോൾ അതിനെ n1 എന്ന് വിളിക്കുകയാണെങ്കിൽ ഈക്വൽ ടു എന്ത് വരും? 2π ഡിവൈഡഡ് ബൈ ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/2 ആണല്ലോ. സോ π/2 ഇൻറ്റു എന്താ? m1 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 4 എന്ന് എഴുതാം അല്ലേ? 4 അല്ലേ വരിക? 4 m1 ഈക്വൽ ടു 1. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്യാം. അതേപോലെ ടൈം പീരീഡ് ഓഫ് അടുത്ത ടേം ഏതാ? കോസ് nπ/4. അതിപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ചെയ്തത് തന്നെയാണ്. ഈസ് അതിനെ ഞാൻ n2 എന്ന് വിളിക്കുന്നു. ഈക്വൽ ടു എന്ത് വരും? 2π ഡിവൈഡഡ് ബൈ π/4. ഇതിന് തൽക്കാലം m2 എന്നുള്ളതാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈക്വൽ ടു ഇത് മേലേക്ക് വരുമ്പോൾ 8 ആണ് വരിക. 8m2. m2ന് 1 എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും അല്ലേ? 4m2 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എന്ത് കാണണം? ഈ n1/n2 എന്താണെന്നുള്ളത് നോക്കണം. അത് 4/8 ആണ്, ഈക്വൽ ടു എന്താണ്? 1/2 ആണ്. അപ്പോൾ അത് ആ പീരിയോഡിക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഫണ്ടമെൻ്റൽ പീരീഡ് എടുക്കണം. എങ്ങനെ എടുക്കുക? ഒന്നെങ്കിൽ 2n1 അല്ലെങ്കിൽ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? n2 അല്ലേ? n2 ഈക്വൽ ടു n. ഇതാണ് ഇവിടുത്തെ പീരീഡ് വരിക. 8 ഈസ് ദി ടൈം പീരീഡ് ഓഫ് എക്സ് ഓഫ് എൻ. അപ്പോൾ അതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. സോ ടൈം പീരീഡ് ഓഫ് സിംഗിൾ ഒരു ഇത് മാത്രം ഉണ്ടാകുന്നെങ്കിൽ സുഖമായിട്ട് നമുക്ക് കിട്ടുമായിരുന്നു. ഇവിടെ രണ്ട് ഇതുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ കണ്ടുപിടിക്കണം. ഇതൊക്കെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പീരിയോഡിക് നോൺ പീരിയോഡിക് കേസുകൾ പറഞ്ഞപ്പോൾ ഡിസ്ക്രീറ്റിൻ്റെ. ഓക്കെ, നമുക്കവിടെ ടൈം പീരീഡ് കിട്ടി 8 ആണെന്നുള്ളത്. ഇനി ബാക്കി നമ്മുടെ റെപ്രസെൻറ്റേഷനിലേക്ക് വരിക. തന്നിട്ടുള്ള സീക്വൻസിനെ ആദ്യം സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. വി ഹാവ് എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? 5 + sin nπ/2 പ്ലസ് കോസ് nπ/4. ഇത് നേരത്തെ നമ്മൾ ചെയ്തായിരുന്നു അതേപോലെ റെപ്രസെൻറ്റേഷൻ കൊടുക്കുക. സോ 5 + സൈനിൻ്റെ വരുമ്പോൾ എന്ത് വരും? e raised to j തീറ്റ പ്ലസ് e raised to j - θ/2j അല്ലേ? സോ e raised to j nπ/2 മൈനസ് e raised to - j nπ/2 ഹോൾ ഡിവൈഡഡ് ബൈ 2j വരും. പ്ലസ് കോസിൻ്റെ
e raised to j n pi by 4 plus e raised to j minus j n pi by 4 whole divided by 2 ആണ് വരിക. ഓക്കെ, ഇപ്പോൾ ഈ രീതിക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് അവിടെ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്താലും സ്പ്ലിറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. ഇനി നമുക്ക് നൗ ലെറ്റ് us take k ഈക്വൽ ടു, ഇവിടെയും എന്ത് വരുന്നുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പോൾ എന്തെടുക്കാം, -3 to 4 തന്നെ എടുക്കാം അല്ലേ. സോ എക്സ് ഓഫ് എൻ, അപ്പോൾ എക്സ് ഓഫ് എൻ എന്താ നമ്മുടെ കയ്യിലുള്ളത്, എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു സമ്മേഷൻ k ഈസ് ഈക്വൽ ടു -3 to 4 ck e raised to j 2 pi by n into kn ആണ്, and which is equal to k equal to -3 to 4 ck e raised to j എന്തായി മാറും, ഈ ഇതിന് നമുക്കറിയാം 8 ആണ്. സോ pi by 4 kn അല്ലേ, ഇതാണ് കിട്ടുന്നത്. ഇവിടെ ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതി വയ്ക്കാം കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ, നേരത്തെ കേസിൽ ആകെ ഒരെണ്ണം മാത്രം ഉണ്ടായിരുന്നുകൊണ്ട് രണ്ടെണ്ണം മാത്രം ഉണ്ടായിരുന്നു, ഞാൻ അവിടെ എക്സ്പാൻഡ് ചെയ്യാൻ എക്സ്പാൻഡ് ചെയ്തിട്ട് ചെയ്യുന്നത് തന്നെയാണ് പലപ്പോഴും സിമ്പിൾ. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ അതിൻ്റെ വാല്യൂസ് കൊടുത്ത് എക്സ്പാൻഡ് ചെയ്യാം, -3 to 4 കൊടുക്കാമെന്ന് അർത്ഥമുള്ളൂ. അപ്പോൾ അത് വരുമ്പോൾ എന്ത് വരും, c -3 വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, c -3 e raised to -j 3 pi by 4 n എന്ന് വരും അല്ലേ, -3 അങ്ങനെയാണ് ഇത് വന്നത്. പ്ലസ് അടുത്ത ടേം c -2 e raised to -j pi by 2 n എന്ന് വരും. അടുത്തത് c -1 e raised to -j pi by 4 എന്ന് വരും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ മാത്രമേ ഉള്ളൂ. അടുത്ത c0 e raised to 0 വരും, c0 പ്ലസ് അടുത്ത ടേം ബാക്കി ടൈം ഞാൻ താഴത്തേക്ക് എഴുതുന്നു, പ്ലസ് c1 e raised to j pi by 4 n വരും, പ്ലസ് c2 e raised to j pi by 2n പ്ലസ് c3 e raised to j 3 pi by 4 n പ്ലസ് c4 e raised to j pi n. ഇങ്ങനെയാണ് കോഎഫിഷ്യൻസ് വരിക. അപ്പോൾ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നേരെ മാം നോക്കി അറിയാം. ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, pi/2 ഉണ്ട്, -pi/2 ഉണ്ട്, pi/4 ഉണ്ട്, -pi/4 ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളിവിടെ കമ്പയർ ചെയ്യുമ്പോൾ എടുക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അത്ര തന്നെയാണ് ചെയ്യാനുള്ളൂ, മെയിനായിട്ട് വരുന്നുള്ളൂ. ഇതിൽ നമ്മൾ എഴുതുക എന്ത്, കമ്പയറിങ് സിമിലർ ടേംസ് നമുക്ക് എന്ത് കിട്ടും, c -2 ഈക്വൽ ടു എന്ത് കിട്ടും, -1/2j അല്ലേ. നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുന്നതാണ്, ഞാൻ അവിടെ നോക്കി പറയുന്നില്ല. c അതേപോലെ കമ്പയർ ചെയ്യുമ്പോൾ c -1 ഈസ് ഈക്വൽ ടു 1/2 കിട്ടും. c0 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് 5 കിട്ടും. അതേപോലെ c1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും 1/2 കിട്ടും. then again c2 ഈസ് ഈക്വൽ ടു 1/2j. ഇത്രയാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ളൂ. അപ്പോൾ അത് വേണമെങ്കിൽ അപ്പോൾ ഓക്കെ, ഇതാണ് സംഭവങ്ങൾ. നമുക്ക് ഇനി ഇവിടെ മാഗ്നിറ്റ്യൂഡും ഫേസും വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സോ മാഗ്നിറ്റ്യൂഡ് CK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു എന്താണ്, 1/2 ആണ് കുറേ കേസുകളിൽ, 4 കേസുകളിൽ. സോ ഈക്വൽ ടു 1/2 ആണ് ഫോർ ഏതൊക്കെയാ, k ഈക്വൽ ടു +or-1 ആൻഡ് +or-2. അതിൻ്റെ വാല്യൂ 1/2 ആണ്. കാരണം ഇതിൻ്റെ 1/2 ആണ്, ഇതിൻ്റെ 1/2 ആണ്, ഇതിൻ്റെ 1/2 ആണ്. ഈക്വൽ ടു 5 ആണ് ഏതിനാ, ഫോർ k ഈക്വൽ ടു 0. ബാക്കി എല്ലായിടത്തും അതിൻ്റെ വാല്യൂ എന്താണ്, 0 ആണ്. 0 4. ഇനി ബാക്കിയുള്ള ടേമുകൾ ഏതൊക്കെയുള്ളൂ, k ഈക്വൽ ടു +or-3 4. ഓക്കെ, അങ്ങനെ നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇനി ഇതേപോലെ തന്നെ എന്തും കൂടിയും കാണണം, ആംഗിളും കൂടിയും കാണണം. സോ മാഗ്നിറ്റ്യൂഡ് കിട്ടി, അതേപോലെ എന്ത് കാണുക എന്നുള്ളതാണ്, ആംഗിൾ c ഓഫ് k. ആംഗിൾ c ഓഫ് k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് അറിയാം j എന്ന് പറഞ്ഞാലാണ് 90, 1/j എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -90 എന്നുള്ള കോൺസ്റ്റന്റിന്റെ 0 ആണ്. ഇപ്പോൾ CK ഈക്വൽ ടു എന്ത് വരും, pi/2, അതായത് 90 വരും. ഏത് വാല്യൂവിനാണ് വരാൻ പോകുന്നത്, 90 വരാൻ പോകുന്നത് നോക്കുക. ഏത് വാല്യൂവിനാണ് 90 വരാൻ പോകുന്നത്, ഫോർ k ഈക്വൽ ടു -2. k ഈക്വൽ ടു -2ന് ഓക്കെ. അതേപോലെ ഈക്വൽ ടു നമുക്ക് കിട്ടും എന്ത്, -90 വരും, -pi/2 വരും ഏതിനാ, ഫോർ k ഈസ് ഈക്വൽ ടു 2. ജസ്റ്റ് മറ്റേ ഓപ്പോസിറ്റ്. ആൻഡ് ബാക്കി എല്ലാ കേസിലും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, 0 ആണെന്നാണ് അർത്ഥം. ഫോർ ഏതാ, k ഈക്വൽ ടു ബാക്കി വാല്യൂസ് ഏതോട്ട് ഏത് വരാം, -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, k ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെയും പറയാം. ആൻഡ് k
നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2. അപ്പോൾ അതുകൊണ്ട് ഒഴിവാക്കി ബാക്കി എല്ലാറ്റിലും ഇതാണ് വാല്യൂ എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കിട്ടി. ഇനി ഇത് ജസ്റ്റ് പ്ലോട്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. മാഗ്നിറ്റ്യൂഡും എക്സ് ആക്സിസിലെ എന്തെടുക്കുക കെ എടുക്കുക, വൈ ആക്സിസിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് പ്ലോട്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. സോ വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്, അതിനനുസരിച്ച് പ്ലോട്ട് ചെയ്യാന്ന് മാത്രമേ നമുക്കിവിടെ ചെയ്യാനുള്ളൂ. ഓക്കെ, അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഒരു ഇതായിട്ടാണ് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ നടുവിലത്തെ വാല്യൂ ഒരു 5 ഉണ്ട് അല്ലേ. സീറോയിലത്തെ ഇതിൻ്റെ ഒരു വാല്യൂ 5 വരുന്നുണ്ട്. പിന്നെ വരുന്ന വാല്യൂസ് 1ഉം 0.5ഉം 0.5ഉം ആണ് വരുന്നത് അല്ലേ. 0.5 0.5 രണ്ടെണ്ണം കിട്ടും. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ വാല്യൂസ് ഒന്ന് മാർക്ക്. ഇത് നമ്മുടെ 0-ൽ, ഇത് 1-ൽ, ഇത് 2-ൽ. ഇനി ഇത് ഓരോ പോയിന്റുകളാണ്. ഇവിടെ ആയിട്ടായിരിക്കും 3 വരിക, പിന്നെ 4 വരിക, അവിടെയൊക്കെ 0 ആണ് വരിക. അതേപോലെ തന്നെ ലെഫ്റ്റിലോട്ട് എടുക്കുമ്പോഴും അവിടെയും രണ്ടെണ്ണം എന്ത് വരുന്നുണ്ട് നമുക്ക് ഇതേപോലെ 1/2 അല്ലേ കിട്ടിയിട്ടുണ്ടാകുന്നത്. ഇവിടേക്ക് ഇതേപോലെ രണ്ടെണ്ണം വരും. ഒരു -3-ലെ എന്തുണ്ട് 0 ഉണ്ട്. ഇതാണ് ബേസിക് ഇതിൻ്റെ ഇത് വരിക, റെപ്രസെൻറ്റേഷൻ വരിക. ഇനി ഇതിൻ്റെ റിപ്പീറ്റേഷനാണ് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇപ്പം ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും രണ്ട് സൈഡിലോട്ടും. അതായത് ഇത് ഇവിടുന്ന് വീണ്ടും ഇതേപോലെ തന്നെ നമുക്ക് എന്താ അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യും. അതേപോലെ ഈ സൈഡിലോട്ടും ഇതേ സംഭവം തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പീരിയോഡിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ എന്ത് വരാൻ പോകുന്നത്, പ്ലോട്ട് വരാൻ പോകുന്നത്. ഇത് നമ്മളുടെ എൻ, ഇത് നമ്മളുടെ മോഡ് സി കെ. ഇതേപോലെ നമുക്ക് ഏതും വരയ്ക്കാം, ആംഗിളും പ്ലോട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ആംഗിൾ പ്ലോട്ട് ചെയ്യുമ്പോൾ വ്യത്യാസം വരുന്നത് ഇവിടെ ഇപ്പോൾ 0-ലൊക്കെ എന്ത് തന്നെയാണ് അതിൻ്റെ വാല്യൂ 0 ആണ് വാല്യൂ കിട്ടിയിട്ടുള്ളത്. -1-ലും 1-ലും ഒക്കെ എന്ത് തന്നെയാണ് 0 തന്നെയാണ്. ഇപ്പോൾ ഇവിടെയും 0 ആണ്, ഇവിടെയും 0 ആണ്. 2-ൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് 2-ൽ -π/2 ആണ്. ഇപ്പോൾ 2-ൽ ഒരു -π/2 സോറി ഒരു -π/2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ വരും. അതേപോലെ എവിടെയും കിട്ടിയിട്ടുണ്ട് -2-ൽ π/2 ആണ് കിട്ടുക. ഇത് 0, ഇത് -1 ആണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ ഉണ്ടാവുക ഇതായിരിക്കും π/2. ഈ രീതിക്കാണ് വരുന്നത്. ബാക്കിയുള്ള വാല്യൂസ് അങ്ങോട്ട് എന്താണ് 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-ലും 4-ലും എന്ത് തന്നെയാണ് 0 തന്നെയാണ്, 0 തന്നെയാണ്. ഇവിടെ -2 കിട്ടി, -3-ലും എന്ത് തന്നെയാണ് 0 ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ വാല്യൂസ് വരിക. സോ ഇത് -3, -2, -1, 0, 1, 2, 3, 4. ഓക്കെ, ഇനി ബാക്കി അതിൻ്റെ റിപ്പീറ്റേഷൻ ആയിട്ടാണ് വരിക. അപ്പോൾ ഇത് ഇങ്ങോട്ട് ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യും. ബട്ട് ഈ വാല്യൂസ് ഇതല്ല. ഓക്കെ, ഈ രീതിക്ക് അത് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്തോളും. അതേപോലെ തന്നെ മറ്റേ സൈഡിലോട്ടും റിപ്പീറ്റ് ചെയ്യും, റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ വരും. ഇവിടെയും അഗൈൻ ദീസ് വാല്യൂസ് ഇതല്ല എന്ന് മാത്രം. കണ്ടിന്യൂസ് ആയിട്ട് ആ വാല്യൂസ് അങ്ങോട്ട് എടുക്കുക, പുറത്തേക്ക് എടുക്കുക, റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പ്ലോട്ട് വരിക. ഏതാ ആംഗിൾ സി കെ എന്നുള്ള പ്ലോട്ട് വരിക. ഇത് ആക്സിസ് കെ എ ആണ് കേട്ടോ, എൻ അല്ല കെ. ഓക്കെ, ഇപ്പം ഇത്രയാണ് ഇതിൽ പ്ലോട്ട് ചെയ്യാനുള്ളൂ.